നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷനായ 1600 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതലാണ് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുള്ളത്. എന്നാൽ പല ആളുകൾക്കും പണം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ പല ആളുകൾക്കും പല രൂപത്തിലുള്ള പണമാണ് എത്തിയത്. കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റായി ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ പെൻഷൻ കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. പല ആളുകൾക്കും 1600 രൂപ ലഭിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ പല ആളുകൾക്കും 1300, 1400 അങ്ങനെ പല രൂപത്തിലുള്ള പണമാണ് വന്നതെന്നാണ് അവർ കമൻറ്റ് ബോക്സിൽ പറയുന്നത്. അതിൽ തന്നെ ചുരുക്കം ചില ആളുകൾ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ഡിസംബറിന് മുമ്പ് പെൻഷൻ ലഭിച്ചിരുന്നു, ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. 1300 ലഭിച്ച ആളുകളുമുണ്ട്, 1400 ലഭിച്ച ആളുകളുണ്ട്, 1600 രൂപ ലഭിച്ച ആളുകളുമുണ്ട്. ഇതിൽ 1600 രൂപ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അവർ അനധികൃതമായല്ല പെൻഷൻ കൈപ്പറ്റിയതെന്ന് ഉറപ്പുവരുത്തുക. അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുടെയാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ അവർ വാങ്ങിയ പണം അതിൻ്റെ കൂടെ പലിശയും കൂടി തിരിച്ചടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ മസ്റ്റം കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ പെൻഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ രേഖാമൂലം അറിയിച്ചതിന് ശേഷം അവരുടെ പെൻഷൻ കാര്യങ്ങൾ നിർത്തലാക്കാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പണത്തിനും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള ആളുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുള്ള ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, വീട്ടിൽ സൗകര്യങ്ങളും ഒരുപാട് 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർ പെൻഷൻ കൈപ്പറ്റിയ രൂപയും അതിൻ്റെ 18% പലിശയുടെ കൂടി തിരിച്ചടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ, അല്ലെങ്കിൽ പെൻഷൻ അർഹതയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ പഞ്ചായത്തിൽ രേഖാമൂലം അറിയിച്ച് അവരുടെ പെൻഷൻ വരവ് നിർത്തലാക്കുകയും പെൻഷനിൽ നിന്ന് പുറത്താവുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇന്ന് പല ആളുകൾക്കും, നേരത്തെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കണ്ടതുപോലെ തന്നെ പല ആളുകൾക്കും 1300, 400 രൂപത്തിലുള്ള പണമാണ് എത്തിയത്. കേന്ദ്ര സർക്കാരിന് വിഹിതമായ 200 ബാക്കിയുള്ള എത്രയാണോ ലഭിച്ചത് അതിന് 1600 ബാക്കിയുള്ള പണം അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ എത്തുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെയുള്ള പണം എത്തുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് എത്താത്തത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിന് സർക്കാരിൻ്റെ ഒരു ഭാഷ്യം പറയുന്നത്, അവരുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത, അതായത് KYC ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. KYC ചെയ്യുക. ബാങ്കിൽ പോയി നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ നൽകി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ആ സമയങ്ങളിൽ തന്നെ നമുക്ക് പണം എത്താനുള്ള പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KYC ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൂടെ കൊടുക്കുക. ബാങ്കിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബാങ്കിൽ ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ബാങ്കിലുള്ള എല്ലാ പണവും നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KYC ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൂടി കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പല ആളുകളും ഇനിയും ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലടിയിൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. പെൻഷൻ പോർട്ടൽ വഴിയോ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വഴിയോ, അല്ലെങ്കിൽ വാർഡ് മെമ്പർ വഴിയോ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി അന്വേഷണം നടത്തിയാൽ അവർക്കും അതിനുള്ള കാരണങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.